ഓക്കെ, സ്മാർട്ട് വർക്ക് സീരീസ് എപ്പിസോഡ് 4. നമ്മളിപ്പോൾ ലൈഫിൽ എന്താണ് പല കാര്യങ്ങൾ, പല ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അടുക്ക്, ആ ഒരു ഓട്ടത്തിൻ്റെ അടുക്ക് നമ്മളെന്താണ് 100%ലേക്കാണ് നമ്മൾ എത്തേണ്ട ഒരു ടാർഗറ്റ് എങ്കിലും നമ്മളൊരു 50% ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ ബാക്കോട്ട് ആരോ ഇങ്ങനെ വലിക്കുന്നുണ്ടോ. ഇതാരും ഈ ബാക്കോട്ട് നിന്ന് വലിക്കുന്നത് സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, ഏതോ പ്രോബ്ലംസ് നമ്മൾ സക്സസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, അതായത് നമ്മൾ ഫെയിലിയർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചങ്ങലക്കിട്ട് ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കുന്നുണ്ട്. ലൈക്ക് ബാഡ് ഹാബിറ്റ്സ് പോലെ ഇങ്ങനെ എന്താണ് ആ ദുശീലങ്ങൾ നമ്മളിങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കുന്നുണ്ട്. ചില സ്മോൾ പ്രോബ്ലംസ് ആൻഡ് സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് സം കൈൻഡ് ഓഫ് ബാഡ് ഹാബിറ്റ്സ്. അപ്പോൾ എന്താണ് ഇതിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഡീപ്പ് റൂട്ടഡ് ഇൻ സൈക്കോളജി. എന്താണ് വി കോൾ ഇറ്റ് പറേറ്റോസ് പ്രിൻസിപ്പിൾ ഓഫ് ദ 80-20 റൂൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ പറേറ്റോ പ്രിൻസിപ്പിൾ 80-20 റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ 20% ഓഫ് ദ എഫേർട്സ് പ്രൊഡ്യൂസ് 80% ഓഫ് ദ റിസൾട്ട്സ്. നിങ്ങൾ ഇടുന്ന 20% എഫേർട്സാണ് എന്ത് ചെയ്യുന്നത് 80% ഓഫ് ദ ഈ പറഞ്ഞ എന്ത് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ കുറേ എഫേർട്ട് ഇട്ടതിനെ കൊണ്ട് എന്ത് കിട്ടൂല, കൂടുതൽ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഫോക്കസ് ഓൺ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഓൺ സം ദ 20% ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദ 80% ഓഫ് ദ റിസൾട്ട്സ്. നമ്മൾ എഫേർട്ട് കൂടുതൽ ഇടുന്തോറും പിന്നെന്താ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ 20% വരെ ഇങ്ങനെ ഇടുമ്പോൾ അതിന് കണക്കായിട്ട് ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകും. പിന്നെ കൂടുതൽ എഫേർട്ട് ഇടുക നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രാഫ് അത്ര നമ്മൾ വിചാരിച്ച രീതിക്ക് എന്താണ് എക്സ്പോണൻ്റലി മുകളിലോട്ടേക്ക് പോകില്ല. അത് പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കുന്നതോറും വിചാരിച്ച രീതിയിൽ അത് ഗ്രാഫ് ആ രീതിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രസ്സിൽ എത്തൂല. ജസ്റ്റ് ഗിവ് 20% എന്താണ്. ഇതിന് ആക്ച്വലി രണ്ട് വശങ്ങളുണ്ട്. ഇത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഐ മീൻ ലൈക്ക് നമ്മളിടുന്ന എഫേർട്സിൽ ഇത് ഉപയോഗിക്കുക, അതേപോലെ നമ്മളെ ബാഡ് ഹാബിറ്റ്സിൽ ഇത് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്, ഞാൻ ഇപ്പം പറയുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കുന്ന ചില 20% കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ ചിലപ്പോൾ എന്താണ് കുറേ കാട് കയറിയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു സമ്മറി, ഒരു പാഠത്തിൻ്റെ സമ്മറി, പോയത്തിൻ്റെ സമ്മറി, ഇതിൻ്റെ സമ്മറി, അതിൻ്റെ സമ്മറി, അത് സമ്മറി മാത്രം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൊട്ടേഷൻസ്, കുറച്ച് കോട്ടുകൾ, അതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഹിന്ദിയിൽ ഒരു വേറെ തന്നെ ഒരു സ്ട്രാറ്റജി. ഇങ്ങനെ വളരെ യു ഫോക്കസ് ഓൺ ദോസ് റൈറ്റ് തിങ്സ്, യു വിൽ ഗെറ്റ് ഓൾ ദ റിസൾട്ട്സ്. ഇത് ആക്ച്വലി പിന്നെന്താണ് ഐ ഓൾവേസ് യൂസ് ടു ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് മൈ അസൈൻമെൻറ്റ്സ് ഫാസ്റ്റ്. ഐ ഓൾവേസ് യൂസ് ടു ഈ പറഞ്ഞ ഫോക്കസ് ഓൺ കംപ്ലീറ്റിംഗ് മൈ ലാബ് റെക്കോർഡ്സ് ഫാസ്റ്റ്. എത്ര പെട്ടെന്ന് സാധനം കിട്ടുന്നോ അതിലും പെട്ടെന്ന് അതങ്ങ് എഴുതിയിട്ട് അങ്ങ് തീർത്തിട്ട് സൈനും സീലും വാങ്ങൽ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് മീ ടു സേവ് മോർ ടൈം. അല്ലാതെ അത് വെറുതെ ഇങ്ങനെ കുറേ നേരം നീട്ടി വെക്കുന്നതിന് പകരം അതിങ്ങനെ ടക്കെ കിട്ടി പോവും അതങ്ങ് തീർക്കൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് 20% ഓഫ് വാട്ട് ഐ ഡു. ഇംഗ്ലീഷിൽ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പറഞ്ഞ ലാബ് റെക്കോർഡ് പെട്ടെന്ന് തീർക്കുക, അസൈൻമെൻറ്റ്സ് തീർക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ഒരു 100% എൻ്റെ ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കോൺസെൻട്രേഷനിൽ ചെയ്യുന്നതുകൊണ്ട് ഐ ഗെറ്റ് ഓൾമോസ്റ്റ് 80% ഓഫ് ദ റിസൾട്ട്സ്. ഇത് നമ്മൾ എഫേർട്ട് ഇടുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്താണോ നമുക്ക് ആവശ്യമില്ലത്, വാട്ട് ട്രൂലി മാറ്റേഴ്സ്, ആ കാര്യങ്ങളിൽ കൂടുതൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് കയ്യിൽ റിസൾട്ട് കിട്ടിക്കില്ല. അല്ലാതെ വെറുതെ എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് കിട്ടാത്ത കാര്യം ചെയ്തതിനെ കൊണ്ട് പിന്നെ അത് ഞാൻ കുറേ പഠിച്ചിനല്ലോ, കുറേ കഷ്ടപ്പെട്ടിനല്ലോ, എനിക്കെന്താ റിസൾട്ട് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. എന്ത് കാര്യത്തിലാണോ എഫേർട്ട് ഇടുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് അതിലായിരിക്കണം നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത്. അതായത് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു വളരെ കോമൺ മിത്ത്, അത് ബീയിങ് ബിസി ഡസൻ മീൻ ബീയിങ് പ്രൊഡക്റ്റീവ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാണെങ്കിൽ കുറച്ച് മെച്ചൂരിറ്റി വേണം. അതും കൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്തോ, ഞാനെന്താ പറഞ്ഞതെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൗ ടു യൂസ് ഇറ്റ് ഫോർ ദ ബാഡ് ഹാബിറ്റ്സ്. നമുക്കിപ്പോൾ പലതരം പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ഫോണ് കാരണം മര്യാദക്ക് ഉറങ്ങുന്നില്ല, മര്യാദക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. ഈ പറഞ്ഞ ഈ ഫോണ് പഠിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ റീൽസ് വന്നിടാ, ഇതെന്തോ പുതിയ റീൽസ് ആണല്ലോ, ഇതൊന്ന് നോക്കി നോക്കാമല്ലോ, ഇതെന്തായി പറ്റുന്നത്. ദാറ്റ് ഓൾ റൂട്ട്സ് ബാക്ക് ടു വൺ പ്രോബ്ലം. ആ ഇൻസ്റ്റാഗ്രാമാണ് എല്ലാത്തിനും കാരണം. ഈ ഇൻസ്റ്റാഗ്രാം കാരണം എന്താ സംഭവിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ വേറെ എന്ത് തരം ലൈഫിലെ പ്രോബ്ലം ആണെങ്കിലും ഇറ്റോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഗോൾ എഴുതുക. എന്നിട്ട് അതായത് ആ ഗോളിലേക്ക് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു 10 പ്രോബ്ലംസ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇതിലെപ്പോഴും നോക്കുമ്പോൾ ഒരു 1 or 2 പ്രോബ്ലംസ്, ഇതിൽ മേജറായിട്ട് 10 പ്രോബ്ലംസ്, ബാക്കിയെല്ലാം ചല്ല് ചെറിയ കുഞ്ഞി കാര്യങ്ങളായിരിക്കും. 2 കാര്യങ്ങളൊക്കെ 2 പ്രോബ്ലംസ് or 1 or 2 പ്രോബ്ലംസ് will be the key factors, key problems, key challenges that are holding you back 80% of the times. അപ്പോൾ
that 20% of those problems, of the 10 problems, just 20%, just that small amount is എന്താണ് ഹോൾഡിങ് യു ബാക്ക് 80% ഓഫ് ദ റിസൾട്ട്സ്. അപ്പോൾ നേരെ നമ്മൾ ചെയ്തത് 20% എഫേർട്ട് ഇട്ടപ്പോൾ 80% റിസൾട്ട് കിട്ടി. അപ്പോൾ 20%, അതേസമയം നിങ്ങൾ തിരിച്ച് റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് നോക്ക്, 20% പ്രശ്നങ്ങൾ പോരെ. അപ്പോൾ 80% ഈ പറഞ്ഞ നമ്മളെ ഈ പറഞ്ഞ ഒരു നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കാണ്ടിരിക്കണമെങ്കിൽ സക്സസ്സിന് പിന്നോട്ടേക്ക് വലിക്കണമെങ്കിലും ഈ പറഞ്ഞ 20% ഓഫ് പ്രോബ്ലംസ് പോരെ റിവേഴ്സ് സൈക്കോളജി ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ആക്ച്വലി ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ 40 Laws ഓഫ് പവർ ബൈ റോബർട്ട് ഗ്രീൻ. വളരെ ഡാർക്ക് സൈക്കോളജി മാനിപ്പുലേഷൻ ടെക്നീക്സിൻ്റെ ബുക്കാണ്. അതിൽ പറയുന്ന ലോ നമ്പർ 42 ഉണ്ട്. സ്ട്രൈക്ക് ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്സ് വിൽ സ്കാറ്റർ. ഈ ആടുകളൊക്കെ മെയ്യുന്ന ഒരാളുണ്ടാവും, ഷെപ്പേർഡ് എന്ന് അയാളെ പറയാം. ആടുകൾ കുറേ ഷീപ്സിനെല്ലാം മെയ്യുന്ന ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഇയാളങ്ങ് വെടിവെച്ച് അയാളതങ്ങ് തട്ടിക്കളയുക. ആ ഷീപ്പുകളെല്ലാം പരിഭ്രാന്തരായിട്ട് അതായത് വേറെ ദിശകളിൽ ഓടാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്താണ്, ഇവരൊക്കെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ മര്യാദക്ക് ഉറങ്ങുന്നില്ല, ഒരു പ്രശ്നം. മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, വേറെ പ്രശ്നം. മറ്റേ പഠിക്കുന്നതിനിടയിൽ കോൺസെൻട്രേഷൻ ഇല്ല, വേറെ പ്രശ്നം. ഇവരുടെയൊക്കെ ഈ ബാഡ് പ്രോബ്ലംസിനെല്ലാം ഒരു നേതാവായിട്ട്, ഒരു ലീഡറായിട്ട് ഒരാളുണ്ട്, ഇൻസ്റ്റാഗ്രാം. ഇയാളെ നേരെ എന്ത് ചെയ്യുക, തോക്കെടുക്കുക, ഫിനിഷ് ഓഫ് ദ ലീഡർ. ആ ലീഡർ അങ്ങ് തീർത്താളോ, ഒന്നും നോക്കണ്ട. അയാളങ്ങ് പറയുന്ന ലീഡറിനങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, കാരണം ഒരു യുദ്ധത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവരെ പടയാളികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പടയാളികൾക്ക് നേരെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കിങ്ങിനങ്ങ് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമാണ് കിങ്ങെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസിന് എല്ലാത്തിനും തലപ്പത്തിരിക്കുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ആളുക, അല്ലെങ്കിൽ അതിനങ്ങ് കില്ല് ചെയ്ത ആളുക. അന്നേരം എന്താ സംഭവിക്കുക, ദിസ് ഇസ് എ വെരി ഡാർക്ക് സൈക്കോളജി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ ബോറടിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ബോറടിക്കുമ്പോൾ നമ്മൾ നേരത്തെ കടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും. ഇനി ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഇല്ല, അപ്പോൾ പഠിക്കണം, കുറേ ക്വസ്റ്റൻസ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ദിസ് റിയലി ഹെൽപ്സ് ഞാൻ പറഞ്ഞ വളരെ കാതലായിട്ടുള്ളൊരു പ്രിൻസിപ്പിളല്ലേ. ലോ നമ്പർ 42, സ്ട്രൈക്ക് ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്സ് വിൽ സ്കാറ്റർ. ഇതാണ് എനിക്ക് പറയട്ടോ പ്രിൻസിപ്പിളിനെ പറ്റി പറയാനുള്ളത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ആസ് ഐ സേ, 80% ഓഫ് ദ റിസൾട്ട്സ് come from 20% of your efforts, and as the law number 42 says, strike the shepherd and the sheep will scatter.